ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി എടപ്പാൾ ടൗണിൽ INTUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ സർക്കാരായി മോദി സർക്കാർ മാറിയെന്ന് അഡ്വക്കേറ്റ് എം രോഹിത് അഭിപ്രായപ്പെട്ടു. നമുക്കറിയാം, കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ നയങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത മുഴുവൻ വികസന പ്രവർത്തനങ്ങളെയും പിന്നോട്ടടിക്കുകയും കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളത് മുഴുവൻ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെഴുതുന്ന ഒരു നയം ഈ ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, രാജ്യത്ത് തന്നെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ റെയിൽവേ ഈ ഗവൺമെൻറ് വിറ്റിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ സർക്കാർ വിറ്റു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആകാശത്തിൻ്റെ താഴെയുള്ള മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റുതുലയ്ക്കുന്ന ഒരു ഗവൺമെൻറ്റായി കേന്ദ്ര ഗവൺമെൻറ് മാറുമ്പോൾ ആ ഗവൺമെൻറ്റുകളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് രാജ്യവ്യാപകമായി ഈ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനകീയ വികാരം രാജ്യത്ത് ശക്തമാണെന്ന് തെളിയിക്കാൻ പണിമുടക്കിന് സാധിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹംസത്ത് തറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി EP രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C രവീന്ദ്രൻ, CR മനോഹരൻ, അഷ്റഫ് നെട്ടത്ത്, കണ്ണൻ നമ്പ്യാർ, ആഷിഫ് പൂക്കരത്തറ, ഹംസ കാവുങ്ങൽ, VP കുഞ്ഞിമൊയ്തീൻ, C കബീർ, ബഷീർ KS, ഫൈസൽ പോത്തന്നൂർ, MV മമ്മു, PA ലത്തീഫ്, മജീദ് നടുവട്ടം എന്നിവർ പ്രസംഗിച്ചു. വ്യാപകമായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു തൊഴിൽ മേഖല പോലും സംരക്ഷിക്കുവാൻ ചെറുകിട സ്ഥാപനങ്ങളെല്ലാം ഇന്ത്യ രാജ്യത്ത് അടച്ചുപൂട്ടുന്ന ഒരു സമ്പ്രദായം ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റ് കമ്പനികളെ മാത്രം താലോലിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ കടങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് ചെറുകിട സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ അതിനെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെൻറ്റിന് സാധ്യമല്ല എന്നതാണ് തെളിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏകദേശം 2-3 വർഷക്കാലം മുൻപ് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളും കർഷകർ എല്ലാം സമരത്തിലായിട്ടുള്ള കാര്യങ്ങൾ ഡൽഹിയിലെ ജന്തർ മന്ദിർ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാക്ടർ ഉപയോഗിച്ച് സമരം നടത്തിയ അവരെ അടിച്ചൊതുക്കിയിട്ടുള്ള എത്രയോ തൊഴിലാളികൾ വിണ്ടുപൊട്ടിയ കാൽപാദങ്ങളുമായി ഇന്ത്യയുടെ രാജ്യത്ത് തെരുവീതികൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൽ ചെവി കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാവാതെ വിക്ടറി ITI എടപ്പാൾ ബ്രാഞ്ചിലേക്ക് SSLC +2 കഴിഞ്ഞവർക്ക് കേരള ഗവൺമെന്റ് PSC അംഗീകൃത 1 വർഷ 2 വർഷ ITI കോഴ്സുകൾക്കും 2 വർഷ KGCE എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിക്ടറി ITI കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.